ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ബ്രിറ്റ്സ് ലൈഫ് ബൈ ശ്രുതി ആൻഡ് ആശിഷ്. അപ്പോൾ ഇന്നൊരു കുട്ടി ഫാമിലി വ്ളോഗാണ്. രാവിലെ തന്നെ എങ്ങോട്ടാ യാത്രയെന്നല്ലേ? അപ്പം ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകുകയാണ്. വേറെ എങ്ങോട്ടല്ല, നമ്മൾ ഇന്നത്തെ നമ്മുടെ യാത്ര കേംബ്രിഡ്ജിലേക്കാണ്. കേംബ്രിഡ്ജിലാണ് എൻ്റെ ബ്രദർ താമസിക്കുന്നത്. അപ്പോൾ ബ്രദറിൻ്റെ വാവയുടെ ബർത്ത്ഡേ ആണ്, 3rd ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പം നമുക്കൊരു നീണ്ട 2.5 മണിക്കൂർ യാത്രയുണ്ട്. അതിന് മുമ്പായിട്ട് തന്നെ പറയട്ടെ, എൻ്റെ തൊണ്ടയ്ക്ക് ആരാ പിടിച്ചേന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. വേറെ ഒന്നുമല്ല, 2 ദിവസമായിട്ട് നല്ല പനിയും ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഹെൽത്തും വോയിസും ഒക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ബ്രദറിൻ്റെ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ നീണ്ട 2.5 മണിക്കൂർ യാത്ര ചെയ്ത് ക്ഷീണിച്ച്, നല്ല മഴയായിരുന്നു റോഡിലൊക്കെ. അപ്പോൾ നമ്മൾ ബ്രദറിൻ്റെ വീട്ടിലെത്തി. കയറി ചെല്ലുമ്പോൾ തന്നെയുള്ള ഒരു വ്യൂ ഇതാണ്. അടിപൊളിയായിട്ട് നല്ല ഇൻഡോർ പ്ലാന്റ്സും ലൈറ്റിങ്ങും എല്ലാം വെച്ചിട്ട് ചേട്ടായി നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് കാണാൻ സാധിക്കുന്നത്. ഇത് കയറി ചെല്ലുമ്പോൾ ആദ്യത്തെ വ്യൂ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചേട്ടായിമാരും ചേച്ചിമാരും എല്ലാവരും വന്നു. ഇതെല്ലാം എൻ്റെ ഫാമിലിയാണ് കേട്ടോ, സ്വന്തം ബ്രദേഴ്സും സിസ്റ്റേഴ്സുമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇന്നത്തെ നമ്മുടെ ആമിക്കുട്ടിയുടെ 3ാമത്തെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും കണ്ട് കുറച്ച് കാലത്തിന് ശേഷമാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നമ്മുടെ മക്കൾ സെറ്റ് എല്ലാം ഇവിടെ സെറ്റാണ്. അപ്പോൾ 2 ദിവസം എല്ലാവരും അടിച്ച് പൊളിക്കാനായിട്ടാണ് നമ്മൾ കേംബ്രിഡ്ജിൽ കൂടിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഏറ്റവും കുട്ടി വാവ. ഞാൻ വ്ളോഗ് എടുക്കുന്ന കണ്ടിട്ട് അവൾ നോക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ വർത്തമാനത്തിനൊക്കെ ശേഷം നമ്മൾ ചേച്ചി ചെറിയൊരു ഡ്രിങ്ക് പ്രിപ്പറേഷനിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ന് ലേഡീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു കോക്ടെയിലാണ്. അപ്പം അതിനു മുമ്പ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അപ്പോൾ എല്ലാവർക്കും ചിയേഴ്സ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ചെറുതായിട്ട് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അവിടെ എല്ലാവരും സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വലിയതായിട്ടുള്ള ഡെക്കറേഷനൊന്നുമില്ല, ചെറുതായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ട് വേണ്ടിയുള്ള ഒരു ഡെക്കറേഷൻസ് ഒക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ യൂണിക്കോൺ ഉണ്ട്, ആമിക്കുട്ടിയുടെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. 3rd ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു 3 എന്ന ഇത് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ അവളെ കേക്കിന് മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. കാരണം അവൾ എല്ലാവരും കണ്ടപ്പോൾ കളീൻ്റെ ബഹളത്തിൽ അവിടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ക്യാൻഡിലൊക്കെ ഊതി കേക്കൊക്കെ കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറായിട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ അവൾ ആക്ച്വലി ആദ്യം നല്ല ചില്ലായിട്ടിരിക്കുമായിരുന്നു. പിന്നെ കളീൻ്റെ അഗാധതയിലാണെന്ന് തോന്നുന്നു, അവൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അവൾക്ക് കളിക്കാൻ പോകാൻ വേണ്ടി അവൾ ഭയങ്കര തിരക്ക് കൂട്ടുമായിരുന്നു. അപ്പോൾ മക്കൾ സെറ്റ് എല്ലാം ചുറ്റും ഉണ്ടായിരുന്നു. അപ്പം കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിച്ചു. നല്ലൊരു കേക്കായിരുന്നു, നല്ല കോഫി ഫ്ലേവറിലുള്ള ഒരു കേക്കായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് കോഫി ഫ്ലേവർ കേക്ക് കഴിച്ചിട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം പിള്ളേരെല്ലാവരും കൂടെ ഉണ്ട്, നല്ല കേക്കൊക്കെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ഒക്കെ ചെയ്ത്. അപ്പം നമ്മൾ വൈകുന്നേരമാണ് ഫംഗ്ഷൻ വെച്ചത്. കാരണം അല്ലെങ്കിൽ പിന്നെ നൈറ്റിലേക്ക് വെയിറ്റ് ചെയ്ത് കേക്കും കഴിച്ച് ഭക്ഷണവും കഴിച്ച് എല്ലാം കൂടെ നമുക്ക് ഹെവി ആയി പോകും. അതുകൊണ്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചത്. അപ്പോൾ എല്ലാവരും സെറ്റായിട്ട് അടിപൊളിയായിട്ട് വൈബിലിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഫാമിലിനെ കുറിച്ച് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ, എല്ലാവരും ഒരേ വൈബാണ് കേട്ടോ. ഒരാൾ മാറി നിൽക്കുന്ന ഒരു പരിപാടിയില്ല. നമ്മൾ ഇടയ്ക്കൊക്കെ കൂടാറുണ്ട്. അത് വേറൊരു സന്തോഷം തന്നെയാണ് എല്ലാവരും കൂടി ആകുമ്പോൾ. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞു, കേക്ക് കഴിച്ചു കഴിഞ്ഞു, ഫോട്ടോ എടുക്കൽ നടന്നു. അപ്പോൾ നമ്മൾ എവിടെ കൂടിയാലും നമ്മുടെ ഫോട്ടോ വിട്ടൊരു കളിയില്ല. നമ്മളിപ്പോൾ കുട്ടി ഫോട്ടോഷൂട്ടൊക്കെ ഞങ്ങൾ ചെയ്തു ഓരോ ഫാമിലിയായിട്ട്. അപ്പം അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ കുട്ടി ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ. ഇതിനിടയിൽ നല്ല അടിപൊളി കപ്പ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഒക്കെ കഴിച്ചു. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെയൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന ഞങ്ങൾ ചെറിയ ഫോട്ടോ ഒക്കെ എടുത്ത് ആ ഒരു ദിവസം ഞങ്ങൾ അവസാനിപ്പിച്ചു. അപ്പോൾ ഈ കുട്ടി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പോകുന്നതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് അസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.